പോകും. നിങ്ങൾ കടലിൽ പോയിട്ടുണ്ടോ ചങ്ങാതി? ആരെങ്കിലും കടലിൽ പോയിട്ടുണ്ടോ? കടലിന് നടുക്കിലേക്ക് ഒരിക്കൽ വലിയ ആഗ്രഹത്തോടെ മീൻ പിടിക്കാൻ കയറി, ബോട്ടിൽ കയറി പോയി. പടച്ചവനെ അങ്ങ് എന്ന് കഴിഞ്ഞപ്പോ 4 ഭാഗത്ത് വെള്ളം, മുകളിൽ ആകാശം, കൈയും കാലും വിറയ്ക്കാൻ തുടങ്ങി. എനിക്ക് പടച്ചവനെ ഞാൻ ചോദിച്ചു, അവസാനം ഞാൻ കടലിൽ നിൽക്കുമ്പോ ആ ബോട്ട് ഓടിക്കണ ചങ്ങാതിയോട് ചോദിച്ചു, ഇവിടെ എത്ര ആഴമുണ്ട് ഉസ്താദ്? നമ്മുടെ നാട്ടിലെ തെങ്ങിന്റെ എത്ര ആഴമുണ്ട് ഇവിടെ? പോകുന്തോറും വല്ലാത്ത ആഴം. കടലിലേക്ക്, നടുകടലിലേക്ക് പോകുന്തോറും വല്ലാത്ത ആഴം. ആ നടുകടലിൽ ഒരു മനുഷ്യൻ വീണ എത്ര വലിയ നീന്തലറിയുന്നവനാണെങ്കിലും രക്ഷപ്പെടാൻ കഴിയില്ല. എത്ര വലിയ കഴിവുള്ളവനാണെങ്കിലും ആ കടലിൽ വീണ് കഴിഞ്ഞാൽ അവന് രക്ഷപ്പെടാൻ കഴിയില്ല. ഇനി പോകട്ടെ സഹോദര, കടലിലെ ഏറ്റവും കൂടുതൽ ആഴമുള്ള സ്ഥലത്ത് ജീവിക്കുന്ന മീനാണ് തിമിംഗലം. ഞാന് ലക്ഷദ്വീപിൽ വഴുതിന് പോയപ്പോ ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട്. അവിടെ പോയപ്പോ പടച്ചവന് ഒരു മീനിന്റെ മുള്ളിരിക്കുന്നുണ്ട്. ഈ കാണുന്ന ഹാളിന്റെ അത്രയുണ്ട്. ഈ ആഡിറ്റോറിയത്തിന്റെ 3/4 നീളമുണ്ട്. ചോദിച്ചപ്പോ പറഞ്ഞു തിമിംഗലം, ഒരു ചെറിയ തിമിംഗലത്തിന്റെ ആസ്ഥാതെ, ചെറുതെന്നാ പറഞ്ഞ്. അപ്പൊ വലുതിന്റെ വലുപ്പം. എടോ, ആ കടലിലെ ഏറ്റവും വലിയ ആഴമുള്ള സ്ഥലത്ത് ജീവിക്കുന്ന കടലിലെ ഏറ്റവും വലിയ മീനാണ് തിമിംഗലം. ഈ തിമിംഗലത്തിന്റെ വയറിനകത്തൊരു മനുഷ്യൻ പെട്ടാലോ? കടല്, ആഴമുള്ള സ്ഥലം, കടലിലെ ഏറ്റവും വലിയ തിമിംഗലത്തിന്റെ വയറിനകത്ത് ഒരു മനുഷ്യൻ വീണാൽ രക്ഷപ്പെടാൻ 1% സാധ്യതയുണ്ടോ? നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിക്ക്. ആ കടലിൽ വീഴുന്ന ഒരു മനുഷ്യന് രക്ഷപ്പെടാൻ സാധ്യതയില്ല. എന്നാ യൂനുസ് എന്ന് പറയുന്ന പ്രവാചകന്, യൂനുസ് നബി അലൈഹിസ്സലാം ചരിത്രം പഠിച്ചവരാണ്. നടുകടലിൽ വലിച്ചെറിയുകയാണ്. തിമിംഗലം എന്ന് പറയുന്ന മീൻ വന്ന് വിഴുങ്ങുകയാണ്. പടച്ചവനെ, യൂനുസ് നബി അലൈഹിസ്സലാം കടലിന്റെ ഏറ്റവും അടിയിൽ കിടക്കുന്ന ഏറ്റവും വലിയ മീനായ തിമിംഗലത്തിന്റെ വയറിനകത്ത് യൂനുസ് എന്ന് പറയുന്ന പ്രവാചകൻ കിടക്കുകയാണ്. ആ വയറിനകത്ത് കിടന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകനായ യൂനുസ് നബി അലൈഹിസ്സലാം അവിടെ നിന്ന് വിളിക്കുകയാ, വനദാ ഫിദ്ദുലുമാത് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ആ തിമിംഗലം എന്ന് പറയുന്ന മീനിന്റെ വയറിനകത്ത് കിടന്നിട്ട് യൂനുസ് എന്ന് പറയുന്ന പ്രവാചകൻ വിളിക്കുകയാണ്, വനദാ ഫിദ്ദുലുമാത് അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അല്ലാഹുവേ, പടച്ചവരെ, കിടക്കുന്നത് കടലിന്റെ അടിയിൽ കിടക്കുന്ന തിമിംഗലം എന്ന് പറയുന്ന മീനിന്റെ വയറിനകത്താണ്. രക്ഷപ്പെടാൻ ഒരു ചാൻസുമില്ല, രക്ഷപ്പെടാൻ ഒരു ഓപ്ഷനുമില്ല. എന്നിട്ടും യൂനുസ് എന്ന് പറയുന്ന പ്രവാചകൻ അല്ലാഹുവിനോട് പറയുകയാ, അല്ലാഹുവേ, നിനക്ക് കഴിയുമല്ലാ, എന്നെ രക്ഷപ്പെടുത്താൻ നിനക്ക് കഴിയും തമ്പുരാന്, നിനക്ക് കഴിയും തമ്പുരാന്. അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബഅസൂ. യൂനുസ് എങ്ങാനും അങ്ങനെ ദുആ ചെയ്തില്ലായിരുന്നെങ്കിൽ ഖിയാമത്ത് നാൾ വരെ ആ മീനിന്റെ വയറിനകത്ത് കിടക്കേണ്ടി വരുമായിരുന്നു എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, യൂനുസ് നബി ദുആ ചെയ്തടോ. അല്ലാഹുവേ, ആഴ്ചകൾ കഴിഞ്ഞപ്പോ ആ മീൻ തന്നെ യൂനുസ് നബിയെ കരയിലേക്ക് കൊണ്ടുവന്ന് ജീവനോടെ തിരിച്ചു തന്നു എന്ന് ചരിത്രം പറയുമ്പോ, ഇതാണ് അള്ളയും പറഞ്ഞത്, വയദുഊനനാ റഗബൻ വറഹബാ. കടലിനടിയിൽ കിടക്കുന്ന തിമിംഗലം എന്ന് പറയുന്ന മീനിന്റെ വയറിനകത്ത് കിടക്കുമ്പോഴും യൂനുസ് നബിക്ക് പ്രതീക്ഷയുണ്ട്, എന്റെ റബ്ബ് എന്നെ കൈവിടൂല, എന്റെ റബ്ബെന്നെ സഹായിക്കും. ഏത് വഴി അടഞ്ഞാലും അല്ലാഹു ഒരു വഴി തുറക്കും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ ആരെങ്കിലും ദുആ ചെയ്തിട്ടുണ്ടോ? ഒന്ന് ചിന്തിക്ക്. നിന്റെ ഇത്രയും കൊല്ലത്തെ ജീവിതത്തിനിടയിൽ ഇതുപോലെ പ്രതീക്ഷയോടുകൂടി ഒരിക്കലെങ്കിലും ഞാനോ നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്തിട്ടുണ്ടോ? ഇല്ലടോ. അതാ ദുആ. ഇങ്ങനെ ദുആ ചെയ്യണം. ഇതാണ് പ്രതീക്ഷ എന്ന് പറയുന്നത്. ഈ ഉമ്മത്തിന് പിടിപെട്ടിരിക്കുന്ന ഏറ്റവും വലിയ ക്യാൻസർ എന്തെന്നറിയോ? നിരാശ.
ഈ ഉമ്മത്തിനെ പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം, നിരാശ. എല്ലാം കഴിഞ്ഞു, ഇനി ഒന്നുമില്ല, ഇനി മരുന്നില്ല, ഇനി ഒന്നുമില്ല. എന്ന് നന്നാകാനാ, എന്ന് രക്ഷപ്പെടാനാ? ഏതെല്ലാം കച്ചവടം ചെയ്തു, എത്ര കൊല്ലമായി, മക്കളില്ല, വീടില്ല, കടം, രോഗം, ഇനി പോയി, എല്ലാം കഴിഞ്ഞു, ഇനി ഒന്നുമില്ല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പൊന്നാര ചങ്ങാതി, നിരാശ വൻപാവാകാക്ക. മഹത്തുക്കൾ പഠിപ്പിക്കുന്നത് നിരാശ എന്ന് പറഞ്ഞാൽ വൻപാവ. എന്തേ? നിനക്ക് വീട് തരാൻ അള്ളാഹ്ക്ക് പറ്റൂലേ? നിന്റെ രോഗം മാറ്റാൻ അള്ളാഹുവിന് പറ്റില്ലേ? നിനക്ക് എന്താ സന്തോഷം തരാൻ അള്ളാഹുവിന് പറ്റില്ലേ? നിനക്ക് മക്കളെ തരാൻ അള്ളാഹിന് പറ്റൂലേ? എന്തേ നീ ഇങ്ങനെ? മക്കളില്ല, മക്കളില്ല, മക്കളില്ല. സഹോദരൻ പറഞ്ഞു ദുആ ചെയ്യാൻ. അള്ളാഹു സ്വാലിഹായ സന്താനങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തേ 35, 40, 45 വയസ്സായ പ്രസവിക്കൂല എന്ന് ആരാ പറഞ്ഞേ? ആരാ പറഞ്ഞേ? നിരാശ. എടാ 40, 45 ആയ പ്രസവിക്കത്തില്ലെന്ന് ഖുറാനിലുണ്ടോ? ഹദീസിലുണ്ടോ? എവിടെ ഉണ്ട്? ആരെങ്കിലും പറഞ്ഞു പ്രസവിക്കില്ല എന്ന്? എടാ ഏതെങ്കിലും ഒരുത്തം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നീ എന്തിനാ ബേജാറാകുന്നേ? എടോ അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നത്, എടാ ചുമ്മാ നമ്മൾ ചിന്തിക്കും ഉമ്മത്ത് മക്കളില്ല, മക്കളില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. നിങ്ങൾ പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്. നീ ഒരിക്കലെങ്കിലും ദുആ ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ ദുആ ചെയ്തിട്ടുണ്ടോ? എങ്ങനെ ദുആ ചെയ്യണം? എങ്ങനെയാ ദുആ ചെയ്യണ്ടേ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പെടുന്ന പറയുകയാ, പ്രതീക്ഷയില്ലാതെ നിരാശയോടുകൂടി കഴിയുന്നവർക്ക് ഞാനൊരു ചരിത്രം പറയാ. പടച്ചവനെ, ഫലസ്തീനിൽ സ്ഥിതി ചെയ്യുന്ന ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറയുന്ന പള്ളിയുണ്ടല്ലോ, ആ പള്ളിയുടെ മിഹ്റാബിനകത്ത് മറിയം എന്ന് പറയുന്ന ഒരു പെൺകുട്ടി വളരുകയാണ്. ആരാ മറിയം? ഈസാ നബിയുടെ ഉമ്മയാണ്. എങ്ങനെയാണ് പള്ളിക്കകത്ത് വന്നത്? പടച്ചവനെ, ഉമ്മയായ ഹന്നത്ത് റളിയല്ലാഹു തആല അൻഹ മഹദി ഗർഭിണിയായി. അവിടെന്ന് വിചാരിച്ചു ആൺകുട്ടിയാണെന്ന്, പള്ളിക്ക് കൊടുത്തേക്കാമെന്ന് നേർച്ച ചെയ്തു. പക്ഷേ പ്രസവിച്ചപ്പോ പെൺകുട്ടിയായി. നേർച്ച ചെയ്തതാണല്ലോ, പള്ളിക്ക് കൊടുത്തു. സക്കരിയാ നബിയാണ് വളർത്തുന്നത്, സക്കരിയാ നബിയാണ് വളർത്തുന്നത്. അങ്ങനെ പള്ളിയുടെ മിഹ്റാബിലേക്ക് സക്കരിയാ നബി എന്ന പ്രവാചകനെ കടന്നു ചെല്ലുമ്പോ മറിയം എന്ന് പറയുന്ന പെൺകുട്ടി പഴം കടിച്ചു കൊണ്ടിരിക്കുകയാണ്. മറിയമിന്റെ മുമ്പിൽ പടച്ചവനെ പഴമിരിക്കുകയാണ്. ഏതു പഴമെന്നറിയോ? പടച്ചവനെ, ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്ത് പോലും കിട്ടാത്ത പഴം, ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്ത് പോലും കിട്ടാത്ത പഴമാണ് മറിയം എന്ന് പറയുന്ന പെൺകുട്ടിയുടെ മുമ്പിൽ ഇരിക്കുന്നത്. സക്കരിയാ നബി ചോദിക്കുന്നു, മറിയമേ, എവിടെ നിന്നാ മോള്? ഈ പഴം എവിടെ നിന്നാണ് മോള്? ഖാലത്തു ഹുവ മിൻ ഇൻദില്ലാഹ്. മറിയം ബീവി പറയുന്നു, എനിക്കെന്റെ റബ്ബ് തന്നതാ, എനിക്കെന്റെ റബ്ബ് തന്നതാ. സീസണല്ലാത്ത സമയത്ത് ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്ത് പോലും കിട്ടാത്ത പഴമാണ് പള്ളിയുടെ മിഹ്റാബിനകത്ത് മറിയമിനല്ല കൊടുത്തിരിക്കുന്നത്. സക്കരിയാ നബി അലൈഹിസ്സലാം വിവാഹം കഴിഞ്ഞ് കൊല്ലങ്ങളായി. പടച്ചവനെ, മക്കളില്ല, പ്രായം ചെന്ന പ്രവാചകനാണ്. സക്കരിയാ നബി അലൈഹിസ്സലാം അവിടെ നിന്നുകൊണ്ട് പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് തന്റെ കരങ്ങൾ ഉയർത്തിയിട്ട് പറയുകയാ, ഖാല റബ്ബി ഇന്നി അഅ്ളമൽ മിന്നി. അല്ലാഹുവിനോട് പറയുന്ന പടച്ചവര്, എനിക്ക് പ്രായമായി തമ്പുരാന്, എനിക്ക് വയസ്സായി തമ്പുരാന്, ഒരുപാട് പ്രയാസങ്ങളുണ്ട് തമ്പുരാന്, എന്റെ എല്ലുകൾ തോലിൽ നിന്ന് പിരിഞ്ഞു കഴിഞ്ഞു റബ്ബേ. അല്ലാഹുവേ, സക്കരിയാ നബി അലൈഹിസ്സലാമിന് 100 വയസ്സ് കഴിഞ്ഞടോ. 120ഓളം വയസ്സുണ്ടായിരുന്നു എന്നൊക്കെ ചരിത്രം പറയുകയാണ്. ആ 100 വയസ്സ് കഴിഞ്ഞ വൃദ്ധനായ സക്കരിയാ നബി തന്നെ അല്ലാഹുവോട് പറയുകയാ, എനിക്ക് പ്രായമായി, എനിക്കൊരുപാട് രോഗങ്ങളുണ്ട്, ഒരുപാട് പ്രയാസങ്ങളുണ്ട്. പടച്ചവനെ, എനിക്ക് മക്കളില്ല അല്ലാ, എനിക്ക് മക്കളില്ല അല്ലാ, എന്റെ ഭാര്യയ്ക്കും പ്രായമായി റബ്ബേ. വകാനത് ഇംറഅതി ആകിറാ. അവൾ പ്രസവിക്കാത്ത പെണ്ണാണ് തമ്പുരാന്, അവൾ പ്രസവിക്കാത്തവളാണ് തമ്പുരാന്. 99ഓളം വയസ്സ് പ്രായമുണ്ട് പെങ്ങള്. പടച്ചവനെ, 45, 50, 55 വയസ്സായ ഒരു പെണ്ണിന്റെ മെൻസസ് പോലും നിലയ്ക്കുമല്ലോ. മെൻസസ് നിലച്ചു പോയ ഒരു പെണ്ണിനെങ്ങനെ മക്കളുണ്ടാകാനാ?
മെൻസസ് പോലും നിലച്ചുപോയ ഒരു പെണ്ണിനെങ്ങനെ മക്കളുണ്ടാകാനാ? സക്കരിയ നബിക്ക് പ്രായമായി. സക്കരിയ നബി തന്നെ പറയുന്നുണ്ട് പ്രായമായെന്ന്, പ്രയാസമുണ്ടെന്ന്. തന്റെ ഭാര്യ പ്രസവിക്കാത്തവളാണ്, അവൾക്കും പ്രായമായി. റബ്ബേ, ഞങ്ങൾക്ക് മക്കളുണ്ടാകാൻ സാധ്യതയില്ല അല്ലാ. എന്നാ ഈ വയസ്സാങ്കാലത്ത് ഞങ്ങൾക്കൊരു മകനെ തരാ നിനക്ക് കഴിവുണ്ട് റബ്ബേ. എനിക്കൊരു മോനെ വേണമല്ലോ, എനിക്കൊരു പൊന്നുമോനെ വേണമല്ലോ. സക്കരിയാ നബി പടച്ചവനോട് വയസ്സാങ്കാലത്ത് പറയുന്നു, എനിക്കൊരു മകനെ വേണം പടച്ചവര്, എനിക്കൊരു പൊന്നുമോനെ വേണം തമ്പുരാന്. ആ പ്രവാചകൻ അല്ലാഹുവിനോട് ദുആ ചെയ്തപ്പോ അല്ലാഹു കൊടുത്ത മകനാണ് യഹ്യാ നബി അലൈഹിസ്സലാം. യഹ്യാ എന്ന് പറയുന്ന ഒരു പൊന്നുമോന് അല്ലാഹു കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ ഇതിനാണോ ദുആ എന്ന് പറയുന്നത്? ഇതിനാണ് ദുആ എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ കാണിക്കുന്ന ഷോയല്ല, നമ്മൾ കാണിക്കുന്ന കളുപ്പീരല്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, മക്കളില്ലാത്തവര് ഒരിക്കലും പ്രതീക്ഷ കൈവിടല്ലേ. അല്ലാഹുവോട് ദുആ ചെയ്തോ. കണ്ട മരുന്ന് മുഴുവനും കടിച്ചല്ലോ. അല്ലാഹുവേ, ഇനി കാണാൻ ഡോക്ടർമാരില്ല, പച്ചമരുന്ന് കഴിച്ചു, എല്ലാ ഹോസ്പിറ്റലുകളും പോയി. ഇന്ന് പടച്ചവനെ മക്കളില്ലാതെ നടക്കുകയാ. ഇനി കഴിക്കാൻ മരുന്നൊന്നുമില്ല. സക്കരിയ നബി അലൈഹിസ്സലാമിന് 100 വയസ്സ് കഴിഞ്ഞു. തന്റെ ഭാര്യ ഗർഭിണി, തന്റെ ഭാര്യക്ക് പ്രായമായി. സക്കരിയ നബി വീട്ടിൽ ചെന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, എടി നീ പ്രസവിക്കും, നിനക്കൊരു ആൺകുഞ്ഞ്, നീ കിളവിയായ ഞാനോ എന്ന് ചോദിച്ചു. എടോ സക്കരിയ നബി അല്ലാഹുവിനോട് പറഞ്ഞു, എനിക്കൊരു മകനെ വേണം, തരണം പടച്ചവനെ. അല്ലാഹു കൊടുത്തു, യഹ്യാ നബി അലൈഹിസ്സലാം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇപ്പത്തെ ഭാര്യയും ഭർത്താവും കൂടെ പറയുന്നത്, പടച്ചവനെ എനിക്ക് കുഴപ്പമൊന്നുമില്ല, മച്ചാക്കാ കുഴപ്പം, ഇക്കാക്കാ കുഴപ്പം, എനിക്ക് കുഴപ്പമില്ല, ഇക്കാക്ക് എനിക്കൊരു കുഴപ്പമില്ല, അവൾക്കാ കുഴപ്പം, അവൾക്കൊരു കുഴപ്പമില്ല, എനിക്കാ കുഴപ്പം, തെരഞ്ഞുകൊണ്ട് നടക്കുക. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഭാര്യ മച്ചാന്ന, നമ്മള് പത്തനാപുരത്തൊക്കെ മച്ചാന്നാ വിളിക്കുക, എടുക്കാന്ന് വിളിക്കണം, ചീത്ത വിളിക്കാതിരുന്നാ മതി. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അവളൊന്നും വിളിക്കണ്ട. ഞാനൊരു വീട്ടിൽ ചെന്നപ്പോ ഭാര്യ ഭർത്താവിനെ വിളിക്കുന്നു, എടാ ഇങ്ങെടുക്കടാ, എടാ ഇങ്ങെടുക്കടാ, എടാന്നാ വിളിക്കണം. ചില പെണ്ണുങ്ങൾ ഭർത്താവിനെ എടാ വാടാ പോടാ, ചിലത് പേരാ വിളിക്കണത്. നല്ല സഹോദരി ഇല്ലേ, ഭർത്താവിന്റെ പേര് വിളിക്കണ ചില പെണ്ണുങ്ങൾ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ലൈവ് ഉണ്ടില്ലെങ്കിൽ പേടിയാടോ. ഈ പെണ്ണുങ്ങളെ ഒന്നും പറയാൻ എനിക്ക് പേടിയാ. പണ്ട് 9 കൊല്ലം മുമ്പ് പെണ്ണുങ്ങളെ തല്ലാൻ പറ്റുന്ന 5 സമയമുണ്ടെന്ന് പ്രസംഗിച്ചു. 29 കേസുണ്ട് എനിക്ക്. അല്ലാഹു കാക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹ്. സാമാരൊക്കെ കേട്ടാ എപ്പോഴാ വരുന്നറിയില്ല. 9 കൊല്ലം മുമ്പ് പ്രസംഗിച്ചതാ. ഇപ്പൊ ഇങ്ങനെ വനിതാ കമ്മീഷനിൽ കയറി ഇറങ്ങി മഷറയൊക്കെ ഉണ്ടോ. അല്ലാഹു എളുപ്പമാക്കി തരുമാറാകട്ടെ. അവസ്ഥ ഇതാ. ഇങ്ങോട്ട് നോക്കിയേ, പെണ്ണുങ്ങള് പേര് വിളിക്കും ഭർത്താവിന്റെ. എന്റെ പേര് സിറാജ് അല്ലേ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ വാപ്പാനെ നിങ്ങൾ എന്താ വിളിക്കണേ? ഞാൻ ഈ പെണ്ണുങ്ങളുടെ ഭർത്താവിന്റെ പേര് വിളിക്കണ പെണ്ണുങ്ങളോട് ചോദിക്കുന്നു, ഉമ്മാനെ എന്താ വിളിക്കണേ? ആയിഷ ഉമ്മാന്നാണോ അതോ ഉമ്മാന്നാണോ? പാപ്പാനെ വിളിക്കണം, അബൂബക്കർ വാപ്പ എന്നാ വിളിക്കണേ. എടാ, ഓരോരുത്തർക്കും ഒരു സ്ഥാനം അല്ലാഹു കൊടുത്തിട്ടുണ്ട്. ഉമ്മ, വാപ്പ, ഗുരുനാഥൻ, ഭർത്താവ്, അവർക്ക് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കണം. എന്തു പറയാ, മക്കള് തന്നെ വിളിക്കുന്നത് ഗെയ്സ് ഗെയ്സ് എന്നാ. സുബ്ഹാനല്ലാഹ്. എല്ലാം ഗെയ്സ് എന്ന് പറഞ്ഞാൽ എന്താന്ന് എനിക്ക് അതിന് അർത്ഥം അറിയില്ലടോ. ഗെയ്സ് ഗെയ്സ് എന്നാ ഇപ്പൊ എല്ലാ കുട്ടികൾ തന്നെ വിളിക്കുന്നത്. നല്ല കുടുംബം. ഞാനാണെങ്കിൽ വയത് കഴിഞ്ഞ് പോകുമ്പോ ഈ ദോശ തിന്നുന്ന സ്വഭാവമുണ്ട്. ഏതെങ്കിലും കടയിൽ പോകും. കാരണം നമ്മൾ വിശന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുമ്പോ മൊബൈലും കൊണ്ടുവന്ന് എന്നിട്ട് തിന്നുന്ന ഫോട്ടോ എടുക്കും. എങ്ങനെ തിന്നാനാ? തിന്നുസ്താദേ തിന്നുസ്താദേ എന്നും പറയും, ഫോട്ടോ എടുക്കും. വല്ലാത്ത അവസ്ഥയാടോ. അപ്പൊ നമ്മൾ ഈ വയത് കഴിഞ്ഞ് പോകുമ്പോ നല്ല വിശപ്പായിരിക്കും. 2 മണിക്കൂറത്തെ ജോലി കഴിഞ്ഞ് പോണല്ലേ. തട്ടുകട കയറി ദോശ തിന്നാൻ വേണ്ടി ഇരുന്നപ്പോ എന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നു, ബ്രോ എന്ത് വേണോന്ന്. അല്ലാഹു കാക്കുമാറാകട്ടെ. ബ്രോസ്റ്റർ വേണോന്നല്ല ചോദിച്ചത്, ബ്രോന്നാ. ഞാൻ ചിന്തിക്കല്ല, കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഇമാര് നമ്മളെ എന്ത് വിളിക്കുമെന്ന്.
കുറച്ചുകൂടെ കഴിഞ്ഞ് എന്താ വിളിക്കണത് നമുക്ക് തന്നെ അറിയില്ല. അള്ളാഹു നമുക്ക് നല്ല ജീവിതം നൽകുമാറാകട്ടെ. എടോ, ആരുടെയും കുഴപ്പമല്ല നിന്റെ കുഴപ്പം, ഭാര്യയുടെ കുഴപ്പം അല്ല. അങ്ങനെ ഒരിക്കലും നോക്കരുത്. ആരാ പറഞ്ഞ അവരുടെ കുഴപ്പമാണെന്ന്? എടോ, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും ആയിഷ ബീവിക്കും മക്കളില്ലായിരുന്നു. എന്താ കൗണ്ടിങ് പറഞ്ഞുകൊണ്ടാ? അല്ലെങ്കിൽ പീരീഡ്സ് നേരെയാകാത്തതുകൊണ്ടാ? ഗർഭപാത്രം വികസിക്കാത്തതുകൊണ്ടാ? ഒന്ന് പറഞ്ഞേ. നബി തങ്ങൾക്ക് എന്തായിരുന്നു കുഴപ്പം? ആയിഷ ബീവിക്ക് എന്തായിരുന്നു കുഴപ്പം? എടാ, അള്ളാഹ് ഇഷ്ടപ്പെട്ടവർക്ക് അള്ളാഹ് കൊടുക്കും. ചിലർക്ക് കൊടുക്കും, ചിലർക്ക് കൊടുക്കൂല. അത്ര തന്നെ. പിന്നെ മക്കള് വേണോ വേണ്ടയോ? നീ കണ്ട പേവെള്ളമെല്ലാം കുടിച്ചില്ല, കണ്ട മരുന്ന് മൊത്തവും തിന്നു എന്നാ അള്ളാഹ് പറഞ്ഞ മരുന്ന് നിങ്ങൾ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ? എന്റെ പൊന്നാര സഹോദര, ഖുർആനിലില്ലാത്ത എന്തെങ്കിലും ഒരു അസുഖമോ അല്ലെങ്കിൽ മരുന്നുണ്ടോ? ഖുർആനിലെല്ലാം മരുന്നുണ്ട്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ഇല്ലാത്ത ഒരു മരുന്നുമില്ല. നീ ഇന്നേ വരെ ആ മരുന്ന് കഴിച്ചിട്ടുണ്ടോ? ഇവിടെ കച്ചവടം ഇല്ല ഉസ്താദെ, വലിയ സങ്കടം. ഖുർആൻ പറഞ്ഞ കാര്യം ചെയ്യാറുണ്ടോ? ഉസ്താദെ കിണറ്റിൽ വെള്ളമില്ല ഉസ്താദെ, ക്ഷാമോ ഉസ്താദെ, ഖുർആൻ പറഞ്ഞ കാര്യം ചെയ്യടോ. ഖുർആനിൽ എല്ലാത്തിനും മരുന്നുണ്ട്. മക്കൾ ഉണ്ടാകാൻ ഖുർആൻ പറഞ്ഞ മരുന്നെന്താ? 5 പൈസയുടെ ചെലവിലേക്കായി ഇത്രയും നല്ല എളുപ്പത്തിലുള്ള മരുന്ന് ഖുർആൻ പറഞ്ഞില്ലേ? എല്ലാം ഖുർആനിലുണ്ട്. മഹാനായ ഹസൻ ബസ്രി തങ്ങളുടെ കുട്ടികൾക്ക് പാഠമെടുത്തുകൊണ്ടിരിക്കുക, ദർസ് എടുത്തുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ഒരാള് കയറി വന്നു. തങ്ങളെ, മഴയില്ല, വല്ലാത്ത ക്ഷാമം, വെള്ളമില്ല, വലിയ പ്രയാസവാ, തങ്ങളെ ദുആ ചെയ്യണം കേട്ടോ. മഹാനവറുകൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു. വെള്ളമില്ല അല്ലേ? അന്ന പറഞ്ഞു അസ്തഗ്ഫിറുല്ലാഹൽ അലീം, പറഞ്ഞോളാൻ പറഞ്ഞു. വെള്ളം വേണമല്ലോ, അസ്തഗ്ഫിറുല്ലാ പറ, പൊക്കോളാൻ പറഞ്ഞു. രണ്ടാമതൊരാള് കയറി വന്നിട്ട് പറഞ്ഞു, തങ്ങളെ കച്ചവടമൊക്കെ ആകെ പ്രശ്നത്തിലാ, കച്ചവടം ഒന്നും ഇല്ല, വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടില്ല. അപ്പൊ മഹാനവറുകൾ പറഞ്ഞു, കച്ചവടത്തിൽ ബർക്കത്ത് വേണമില്ലേ, അസ്തഗ്ഫിറുല്ലാ പറ. മൂന്നാമതൊരാള് വന്നു, തങ്ങളെ കൊല്ലങ്ങളായി കല്യാണം കഴിഞ്ഞിട്ട് മക്കളൊന്നും ഇല്ല, തങ്ങളെ വല്ലാത്ത സങ്കടത്തില. അപ്പോഴും പറഞ്ഞു അസ്തഗ്ഫിറുല്ലാ പറ. അപ്പൊ ശിഷ്യന്മാര് കിളി പോയതുപോലെ ഇരിക്കുക. ഇതെന്തേപ്പ എല്ലാത്തിനും ഒരു മരുന്ന്? പണ്ട് നമ്മൾ ആശുപത്രിയിൽ പോയാ ഒരു പെട്ടിക്കകത്തുനിന്ന് ഏത് അസുഖത്തിന് പോകുന്നവന് 4 എണ്ണം വാരിത്തരും. അതിലെന്തോ ഒരു ബർക്കത്തുണ്ട്, അറിയില്ല എന്ന് പറഞ്ഞ പോലെ ഈ വന്നവർക്ക് എല്ലാവർക്കും കൊടുത്ത മരുന്നെന്താ? 3 കാര്യവാ. മഴയില്ലെന്ന് പറഞ്ഞവനും, കച്ചവടമില്ലെന്ന് പറഞ്ഞവനും, മക്കളില്ലെന്ന് പറഞ്ഞവനും ഒറ്റ മരുന്ന്. അപ്പൊ കുട്ടികൾ ചോദിച്ചു, എന്താ ഉസ്താദേ? അപ്പോഴാണ് പറഞ്ഞു കൊടുത്തത്, മക്കളെ ഞാൻ പറഞ്ഞതല്ല, അല്ലാഹ് പറഞ്ഞതാണ്. ഫഖുൽതു അസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ يرسل السماء عليكم مدرارا ويمددكم بأموال وبنين ويجعل لكم جنات ويجعل لكم أنهارا. അല്ലാഹ് പറഞ്ഞ മരുന്ന അസ്തഗ്ഫിറുല്ലാ പറഞ്ഞ നിനക്ക് വെള്ളമുണ്ടാകും, നിനക്ക് മഴ കിട്ടും. നീ അടുത്തവന്റെ കടയിൽ നോക്കിയിട്ട് അല്ലാഹ് അവന് മാത്രം ഇത്ര കച്ചവടം എന്താ, അല്ലാഹ് പടച്ചവനെ ഓൻ എത്തിക്കാനല്ല അവിടെ എന്ന് പറയുന്നതിന് പകരം നീ ഇരുന്നൊരു 100 അസ്തഗ്ഫിറുല്ലാ പറ, നിന്റെ കടയിലും കച്ചവടം ഉണ്ടാകും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എടാ, മക്കളില്ല ചങ്ങാതി, മക്കളില്ലാത്ത സഹോദര സഹോദരി, സങ്കടപ്പെടല്ലേ മോളെ. പറഞ്ഞു അസ്തഗ്ഫിറുല്ലാ അസ്തഗ്ഫിറുല്ലാ അസ്തഗ്ഫിറുല്ലാ. അല്ലാഹു നിനക്ക് മക്കളെ തരും. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ദുആ ചെയ്യ്, ഒരു മടിയും കാണിക്കരുത്. ദുആയിൽ ഒരു കുറവും വരുത്താൻ പാടില്ല. എപ്പോഴും അല്ലാഹുവിനോട് നമ്മൾ ദുആ ചെയ്യണം. ദുആ എന്ന് പറഞ്ഞാൽ നഷ്ടമില്ലാത്ത ഒരു കച്ചവടമാണ്. ഏത് കച്ചവടം ചെയ്താലും നഷ്ടമുണ്ട്, എന്നാൽ നഷ്ടമില്ലാത്ത ഒരു കച്ചവടമാണ് ഖുർആൻ. ദുആ ചെയ്യുന്ന എന്ന് പറയുന്നത് നഷ്ടമില്ല. എന്തിനാ ഉസ്താദ് എപ്പോ നോക്കിയാലും ദുആ ദുആ ദുആ? മരിച്ച നിസ്കാരത്തിന് മുമ്പ്, നിസ്കാരത്തിന് ശേഷം, മരണ വീട്ടിൽ, ഖബറിന്റെ അടുക്കൽ, 3, 7 ഇങ്ങനെ എല്ലാം ദുആ തന്നെ. എന്റെ പൊന്നാര ചങ്ങാതി, ദുആ ചെയ്യുന്നത് നല്ലതാ. ദുആ ചെയ്താലുള്ള നേട്ടം. ഇപ്പൊ നമ്മളൊക്കെ സുന്നികളൊക്കെ പറയും, എന്താ ദുആ, എവിടെ പോയാലും ദുആ, എപ്പോ നോക്കിയാലും ദുആ. എടോ, ദുആ ചെയ്യണം ചങ്ങാതി. ദുആ കൊണ്ടുള്ള പ്രയോജനം എന്താ? എടോ ചങ്ങാതി, നീ ദുആ ചെയ്യ്. ദുആ ചെയ്താൽ നിന്റെ ശബ്ദം മലക്കുകൾക്ക് പരിചയമുണ്ടാകും. എപ്പോഴും ദുആ ചെയ്യുന്ന ഒരാളുടെ ശബ്ദം അല്ലാഹുവിന്റെ മലക്കുകൾക്ക് പരിചയമുണ്ടാകും. നീ ദുആ ചെയ്യാൻ തുടങ്ങുമ്പോ മലക്കുകൾ അല്ലാഹുവിനോട് പറയും, സിറാജ് ദുആ ചെയ്യുന്നു പടച്ചവനെ. മലക്കുകൾക്ക് പരിചയമുണ്ടാകുന്ന രീതിയിൽ നമ്മൾ എപ്പോഴും അല്ലാഹുവിനോട് ദുആ ചെയ്യണം. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ദുആ ചെയ്താൽ എന്റെ മുമ്പിൽ നിങ്ങൾ കൈനീട്ടിയ ചിലപ്പോൾ ഞാൻ വെറുതെ മടക്കും. അല്ലാഹ് വെറുതെ മടക്കൂല. ഒരാൾ അല്ലാഹുവിനോട് ദുആ ചെയ്താൽ അല്ലാഹു അവനെ വെറുതെ മടക്കത്തില്ല. കാരണം അല്ലാഹു മാന്യന, സിറാജ് ചിലപ്പോൾ മാന്യനാവുന്നതില്ല. അല്ലാഹു മാന്യന. നബി തങ്ങൾ പറഞ്ഞു, മൂന്നാലൊരു കാര്യം അല്ലാഹു തരും. ഒന്നുകിൽ നീ ചോദിച്ചത്, നീ അല്ലാഹുവിനോട് എന്താണോ ചോദിച്ചത്
ആ ചോദിച്ചത് അല്ലാഹു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, പടച്ചവനെ ഒന്നുകിൽ നീ ചോദിച്ചത് തരികയാണ്, അല്ലെങ്കിൽ പടച്ചവര് നീ ചോദിച്ചത് അല്ലാഹു തരൂല. അല്ലാഹു പരലോകത്തേക്ക് ബന്ധിപ്പിക്കുകയാണ്, മീസാൻ എന്ന് പറയുന്ന ത്രാസിലേക്ക് ബന്ധിപ്പിക്കുകയാണ്. പടച്ചവനെ അല്ലാഹു നിനക്ക് ദുനിയാവിൽ തന്നില്ല, മസറയിലേക്ക് മാറ്റിവെച്ചതുമില്ല. എന്നാ മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? നിനക്ക് വരാനിരിക്കുന്ന ഒരു വിപത്ത്, ഒരു ശർറ് അല്ലാഹു തട്ടിമാറ്റി കളയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നിനക്ക് വരാനിരിക്കുന്ന ഒരു ശർറെങ്കിലും അല്ലാഹു തട്ടിമാറ്റി കളയും. അതാണ് ദുആ. അല്ലാഹു നമുക്ക് ദുആ ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പണ്ടുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും പ്രയാസമോ ദുഃഖമോ ദുരിതമോ വന്നാൽ അവര് നേരെ പള്ളിക്കകത്ത് പോയിട്ട് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ദുആ ചെയ്യും. നമ്മുടെ ഉപ്പുപ്പമാർ അവർക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വന്നാൽ അവര് നേരെ പള്ളിക്കകത്ത് പോയിട്ട് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ദുആ ചെയ്യും. അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് അവര് പരിഹാരം കണ്ടെത്തും. കള്ളിഷാപ്പിലോ ബാറിലോ ബീച്ചിലോ അല്ല അവര് പോയിരുന്നത്. നമ്മുടെ ഉമ്മമാർ അവർക്ക് എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടായാൽ അവർ ഏതെങ്കിലും മക്കാമുകളുടെ മുമ്പിലേക്ക് പോകും. അള്ളാഹുവിന്റെ ആരിഫീങ്ങൾ, അള്ളാഹുവിന്റെ ഉലിയക്കന്മാർ അവരുടെ മക്കാമുകളിന്റെ മുമ്പിൽ പോയിരുന്ന് ഒരു യാസീൻ ഓതി പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്ത് അവരുടെ പ്രശ്നങ്ങൾക്ക് അവർ പരിഹാരം കാണും. പക്ഷെ ഇന്നതൊക്കെ മാറി. ഇന്ന് ദുആ പോലും ചെയ്യാൻ മടിക്കുന്ന കാലഘട്ടം. നബിതങ്ങൾ പറയുന്നു, അബൂ ഹുറൈറ റളിയല്ലാഹു തആല പറയുന്നു, ഏറ്റവും വലിയ ഫക്കീർ ദുആ ചെയ്യാൻ മനസ്സില്ലാത്തവനാ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു പറയുകയാ, വയദുഊനനാ റഗ്ബൻ വറഹബ. അല്ലാഹുവിൽ പ്രതീക്ഷ വെക്ക്, അല്ലാഹു കൈവിടൂല. അല്ലാഹു നമ്മളെ സഹായിക്കും. എല്ലാ വഴികൾ അടഞ്ഞെന്ന് കരുതുമ്പോഴും അല്ലാഹു നമുക്ക് വേണ്ടി ഒരു വഴി തുറന്നു തരും. അല്ലാഹു ഈ മജ്ലിസിലെ ദുആയിക്ക് അല്ലാഹു ഇജാബത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഈ മജ്ലിസിലെ ദുആയിക്ക് അല്ലാഹു ഉത്തരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഖുർആൻ പറഞ്ഞ രണ്ടാമത്തെ അടയാളം, അവർ അല്ലാഹുവിനോട് ദുആ ചെയ്യും. അല്ലാഹു നമ്മുടെ ദുആയിക്ക് ഇജാബത്ത് നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2, 3 ഒരെണ്ണം കൂടെ കേട്ടൂടെ? കുറച്ചു നേരം കൂടി ഇരുന്നൂടെ? കുറച്ചു നേരം കൂടി ഇരിക്കൂലേ? നിങ്ങൾ ഇരിക്കുമെങ്കിൽ ഞാൻ പറയാം, ഇല്ലെങ്കിൽ നിർത്താം. എന്ത് വേണം? ഒന്ന് കൈപൊക്കിക്കേ. പൈസ ചോദിക്കുമ്പോ ഇവിടെ തന്നെ കാണണം എല്ലാം കേട്ടാ. ഈ ഉഷാറ് ഞാൻ പൈസയും കൂടെ ചോദിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോഴും ചാടി പൊക്കിക്കൊള്ളണം. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. 3 സ്വലാത്ത് സ്വല്ലല്ലാഹു ഇൻഷാ അല്ലാഹ്. നമ്മുടെ ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട ഒരു സഹോദരൻ, രാവും പകലും ഇതിനു വേണ്ടി ഓടിച്ചാടി നടന്നൊരു സഹോദരൻ, അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മകൻ ഒരു ആക്സിഡന്റ് പറ്റിയിട്ട് തലയ്ക്ക് ചെറിയ പ്രയാസം പറ്റി ഇപ്പോ ഹോസ്പിറ്റലിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു പൊന്നുമോന് ശിഫ നൽകുമാറാകട്ടെ. അല്ലാഹു ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നീ ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ റഹ്മാനായ അല്ലാഹ്, കരുണക്കടലായ അല്ലാഹ്, ദയാലുവായ അല്ലാഹ്, ഈ ലോകത്ത് നീ ആരെയെല്ലാം ഇഷ്ടപ്പെടുന്നു അല്ലാഹ്, നിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ ആ പൊന്നുമോനെ നീ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ.